ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഞാൻ ഇനി പറയാൻ പോകുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിലൊക്കെ നിങ്ങൾ അങ്ങനെ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. സോ വീഡിയോയിൽ പോകുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒറ്റ കാര്യം പറയാണ്, ഇപ്പോൾ നിങ്ങൾ +1 സയൻസ് എടുത്ത് മുന്നോട്ട് പോകുന്ന കുട്ടികളായിരിക്കും അല്ലേ? അങ്ങനത്തെ കുട്ടികളാണ് ഈ ചാനലിൽ കൂടി നമുക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കുക. സോ സയൻസ് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ മലയാളം മീഡിയം എടുത്ത് സയൻസിലേക്ക് പോയ കുട്ടികളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം എടുത്തും സയൻസിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ട സിലബസിനൊക്കെ വ്യത്യസ്തമായിക്കൊണ്ടുള്ള സിലബസാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സബ്ജക്റ്റുകളൊന്നും വലിയ വിഷയമല്ല, പക്ഷേ ചില സബ്ജക്റ്റുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് കുറേ കൂടാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ പരിഹാരങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ +1 ട്യൂഷനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ എന്ത് എന്ന് ചോദിച്ചാൽ, 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് തന്നെ +1 കുറച്ച് റെസ്റ്റ് എടുത്തൊക്കെ പഠിക്കാം, പിന്നെ എക്സാമിൻ്റെയൊക്കെ സമയമാകുമ്പോൾ പഠിച്ചാൽ മതി, എനിക്ക് പഠിക്കാൻ പറ്റുമെന്നതായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. പക്ഷേ ആ കോൺഫിഡൻസിൻ്റെ പാടെ അടിച്ചു മാറ്റുന്ന രീതിയിലായിരുന്നു എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. +1 എനിക്ക് നേടാൻ പറ്റിയ റിസൾട്ടിനെ പറ്റി ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല, കാരണം അത്രയും ചെറിയ മാർക്കാണ് എനിക്ക് +1 ആദ്യത്തെ അവസരത്തിൽ നേടാൻ സാധിച്ചത്. എന്നാൽ അതിന് ശേഷം ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുകയും കുറച്ചൊരു മാറ്റം, ഒരു 5-6% എനിക്ക് അധികം ആ ഇമ്പ്രൂവ്മെൻറ്റിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്നതാണ് ഞാൻ ഒരു ആശ്വാസമായിട്ട്, അതും വളരെ ചെറിയൊരു ആശ്വാസമായിട്ട് കാണുന്നത്. നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്യൂഷൻ നിങ്ങൾ സെലക്ട് ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാട്ടിൽ ഓഫ്ലൈൻ സെൻറ്ററുകൾ വേണം ചൂസ് ചെയ്തോ, ഓൺലൈൻ സെൻറ്ററുകൾ ചൂസ് ചെയ്തോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു ട്യൂഷൻ എടുക്കണം എന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമുക്ക് 6 സബ്ജക്റ്റാണ് നമുക്ക് +1 +2 പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ചില സബ്ജക്റ്റുകളൊക്കെ അടിപൊളി ടീച്ചേഴ്സായിരിക്കും സ്കൂളിൽ കിട്ടുക, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ചില സബ്ജക്റ്റുകളൊന്നും നമ്മൾ വിചാരിച്ചത്ര മനസ്സിലാവുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ തരുന്ന നോട്ടുകളോ ഒന്നും തന്നെ. അത് പലതും ഡിപ്പെൻഡാണ്. പല സ്കൂളുകൾക്ക് അനുസരിച്ചിരിക്കും. ചില സ്കൂളുകളെല്ലാം അടിപൊളിയുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും, ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. ഈ അടിപൊളി ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കാരണം ചില ടീച്ചേഴ്സ് എടുക്കുന്ന ചില ആളുകൾക്ക് മനസ്സിലാവും എന്ന് കരുതി ആ ടീച്ചർ മോശമെന്നല്ല. പക്ഷേ നമ്മളാണല്ലോ എക്സാം എഴുതാൻ പോകുന്നത്. +1 നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരുടെ കൂടെ തന്നെ നമ്മളാണ് നമ്മുടെ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. എല്ലാം അടിപൊളിയായിട്ട് മനസ്സിലാകുന്നെങ്കിൽ നിങ്ങളോട് ട്യൂഷനൊന്നും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു 90% സ്റ്റുഡൻസും ഞാൻ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവും. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഈ സ്ട്രഗിളൊക്കെ മാറ്റിക്കൊണ്ട് ഇതിൻ്റെയൊക്കെ മുമ്പത്തെ വർഷത്തെ കുട്ടികളൊക്കെ ഈ റിസൾട്ടിലേക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിച്ചാൽ കാണാൻ പറ്റും. നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ബഹുപരീക്ഷം കുട്ടികളും ട്യൂഷന് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇവിടെ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ആ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ ട്യൂഷൻ സെൻറ്റർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഓഫ്ലൈൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സൈലത്തിൻ്റെ കേരളത്തിലുടനീളമായിട്ടുള്ള ഓഫ്ലൈൻ സെൻറ്ററുകളുണ്ട്, നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് സമയം കൊണ്ടും പൈസ കൊണ്ടും ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ്സുകളാണ്. സമയത്തിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂളിൽ ക്ലാസ് പോകണം, ശനി ഞായർ നമ്മൾ ഓഫ്ലൈനിൽ പോകണം. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരാഴ്ചയിൽ എല്ലാ ദിവസവും എന്താണ്, നിങ്ങൾ എൻഗേജിങ് ആണ്. അതേ സമയത്ത് നിങ്ങൾ ഓൺലൈൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം 3 മണിക്കൂർ, അത് എല്ലാ ദിവസവും ഉണ്ടാവില്ല, മാക്സിമം 1-2 ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് 3 മണിക്കൂർ, ഒരാഴ്ചയിൽ ഒരു 3-4 ദിവസം നിങ്ങൾക്ക് ഒരു 3 hours ക്ലാസ് ഉണ്ടാവും. അത് 1.5 അങ്ങനെ 2 ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ്സുകൾ ഉണ്ടാവുക. എല്ലാ ദിവസവും നിങ്ങൾ ഈ സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും മികച്ച റിസൾട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. +1 കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് റിസൾട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം 29ഓളം വിദ്യാർത്ഥികൾക്കാണ് 520 മാർക്ക് നേടാൻ ഞങ്ങൾ സഹായിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൽ ഈവൻ ഇംഗ്ലീഷ് അടക്കം കോച്ചിങ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് വാങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ലൈവായിട്ടും റെക്കോർഡായിട്ടൊക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏറ്റവും ചുരുങ്ങിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് സൈലത്തിൽ ജോയിൻ ചെയ്യാം. താഴെ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മുടെ അഗ്നി ബാച്ചിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. ഇനി എൻട്രൻസ് ഒക്കെ പഠിക്കണം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ തന്നെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് Kings 11 ബാച്ചിനെ പറ്റി ചോദിക്കാം. NEET JEE പോലത്തെ എൻട്രൻസ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. സോ നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങളൊരു ട്യൂഷൻ ജോയിൻ ചെയ്യാം. ബെസ്റ്റായിട്ട് പറയുന്നത് സൈലം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് മറ്റു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കാം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, അത് നിങ്ങൾക്ക് അത്രയധികം ബെനിഫിറ്റ് ആയിരിക്കും. ഈ +1 ട്യൂഷൻ എടുക്കാത്ത ബഹുഭൂരിപക്ഷം കുട്ടികളും +2 എത്തുമ്പോൾ ട്യൂഷൻ എടുക്കും. കാരണം അപ്പോഴാണ് അവർ തിരിച്ചറിയുക, എനിക്കൊരു ട്യൂഷൻ്റെ ആവശ്യമുണ്ട് എന്ന്. പക്ഷേ അപ്പോഴേക്ക് നിങ്ങളുടെ +1 റിസൾട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. സോ ലേറ്റ് ആവരുത്. നിങ്ങളുടെ ലൈഫാണ്, തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഏറ്റവും ചുരുങ്ങിയ ഫീസിൽ ഏറ്റവും മികച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ ഏറ്റവും മികച്ച സ്റ്റഡി സഹായത്തോടു കൂടി തന്നെ നമുക്ക് സൈലത്തിൻ്റെ കൂടെ പഠിക്കാം, അഗ്നി ബാച്ചിനോടൊപ്പം പഠിക്കാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ബൈ.